സവാള ഗിരി മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. കുറച്ച് ഉപ്പ്, മിക്സ് മിക്സ് മിക്സ്. അയ്യോ, ചിക്കൻ എടുക്കുക. ലെഗ് പീസ്, ചിക്കൻ ലെഗ് പീസ്. മല്ലി, തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഒന്നുകൂടെ ഇടുക. ക്ലോസ് ക്ലോസ് ക്ലോസ്. മസാല ഓറഞ്ച് തൊലി ഉണക്കിയത്. കേക്ക് ഇനി ക്രിസ്മസ് അല്ലേ വരുന്നത്. ഓറഞ്ച് കഴിക്കുന്ന തൊലിയൊന്നും കളയല്ലേ, അതുകൊണ്ട് ഉണക്കിക്കോണേ. ഒരു കൊട്ട എടുത്തു തരാമോ? ആ ഇതുണ്ടോ? ഇതെന്തിനെടുത്താ? കൊണ്ടാണ്ട പറിച്ച് താഴെ കളയുന്നു. ഇത് എത്ര വർഷം വഴക്കമുള്ള ഇരുമ്പപ്പുളിയാ? 2000 കോശിപ്പാസ്റ്റർ ഉള്ളത് എപ്പോഴാ? വാ, 2010 വെച്ചോ. കോശിപ്പാസ്റ്റർ വന്ന് ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് കൈ ചോദിക്കുന്നതൊക്കെ കേൾക്കണം. വാ, എനിക്കൊരു ഓർമ്മയില്ല. ഓർക്കുന്നില്ല. ഇവിടെ ആയിരുന്നു പണ്ടൊരു ചാമ്പങ്ങ നിന്നേ, വലിയ ചാമ്പങ്ങ. പന്നീർ ചാമ്പ. യെസ്. എൻ്റെ ഇവിടെ ഒരു ഗുണവുമില്ല. ഫുൾ ഈ പ്രദേശം മുഴുവൻ വലിയ ആഞ്ഞിലിയേക്കാ പൊക്കത്തിൽ ഫുൾ ഈ പ്രദേശം മുഴുവൻ പൂ പോലെ വിരിച്ചിങ്ങനെ കിടക്കും. അണ്ണാനും വവ്വാലും തിന്നതിൻ്റെ ബാക്കി ചാമ്പ ഇവിടെ ഇതാകുമ്പോൾ താന്നു പോയി മണ്ണ്. ചാമ്പ പിന്നെ ചാമ്പയ്ക്ക ഇങ്ങനെ താഴെ കിടക്കും, പൂവും കിടക്കും, അതിൻ്റെ മുട്ടെല്ലാം കിടക്കും, ഇലയും കിടക്കും. തൂത്തും മനുഷ്യൻ മടുക്കുന്നതല്ല, ഒരു ഗുണവുമില്ല. അതൊന്നും നമുക്ക് കിട്ടത്തില്ല. കഴിക്കുന്നേ ഇരുമ്പുളി അതിന്റെ ഗുണങ്ങൾ എന്നൊക്കെയാ? ഗുണമുണ്ടോ വല്ലോ? ഏതാ? ഇരുമ്പപ്പുളിക്ക് പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് എല്ലാത്തിനും നല്ല. പക്ഷെ ബ്ലഡ് കുറയും. ആഹാ, ബ്ലഡ് ഇല്ലാത്ത ജോമാസോളിൽ എന്തിനാ ഇത് കഴിക്കുന്നേ? എനിക്ക് ബ്ലഡ് ഉണ്ട്. ഇല്ല. ഇരുമ്പപ്പുള്ളിയുടെ ഇല വെച്ച് തോരൻ ഉണ്ടാക്കാൻ പറ്റുമോ? ശേ, മരം ഫുള്ളൊന്നും ഉണ്ട്. താഴെ നിൽക്കുന്ന അവിടെ നിൽക്കട്ടെ. ഇതുണ്ടോ? ഇതുണ്ടോ? നല്ല താഴെ നിലത്ത് വീണ് മെത്ത വിരിച്ച പോലെ വരുതേ. അതിന്റെ തൈകളെടുത്ത് വരുന്നുണ്ടോ? ഇതുണ്ട് ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ തൈകളെടുത്ത് വരുന്നത്. ആർക്ക് വേണമെങ്കിലും തരാം. നമ്മുടെ കാച്ചിലും എടുത്ത് വരുന്നു. ഉണ്ടോ?
ചിക്കൻ കറിയുടെ മണം ഇവിടം വരെ വരും. ഓട്സ് ഉണ്ടാക്കണ്ടേ? ആ ചക്കക്കുരു പൊക്ക ഉണ്ടായിരുന്നെ ഇല്ലല്ലേ? എന്നും ചക്കക്കുരു മാങ്ങ വെക്കാം. ആഹാ. ഇരുമ്പപ്പുളി ഇല്ലാത്തവരൊക്കെ ഇങ്ങോട്ട് ഒരു തരാം. ഇതെവിടാ സ്ഥലം? അത് പറയത്തില്ല. കോട്ടയം കളത്തിപ്പടി. വാഴപ്പ ഒന്നും എടുക്കണ്ടല്ലേ? ഇതുപോരെ മതി മതി. നമുക്ക്. ഇതെന്തിനാ? വൈൻ ഉണ്ടാക്ക. വൈനില്ല. നീ അച്ചാറിടാൻ നാളെ പറിച്ച് അച്ചാറിടാം യെസ്. അല്ലേ? ഇതവിടെ കിടക്കട്ടെ. മെയിലുള്ളത് തോട്ടും. കണ്ടില്ല കണ്ടില്ല നീ പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. ബാ അങ്ങകലേ. 2 വാഴക്കൊല ഉണ്ട്. ഒന്ന് കൊച്ചതും ഒന്ന് വലുതും. അത് രാമ്പരപ്പൻ്റെ. ഏത്? ആണോ? ആ സോറി, ഒരെണ്ണം. നമ്മുടെ റംബുട്ടാൻ പൂത്തത് കാണിച്ചു. നമ്മുടെ ഗപ്പീസിനെ കാണിച്ചു. ഇത് പേരെന്നാ? ഗപ്പി. ആ പേരല്ല. ആ പേരല്ല. നമ്മുടെ ചീര കാണിച്ച്. ചീര പറിച്ചിട്ടും പിന്നെ വെള്ളത്തിൽ പോയതിങ്ങുക. പറിച്ചിട്ടും പിന്നെയും നിൽക്കുക. ഇതെല്ലാം പറിച്ച് നാളെ കോഴിക്ക് അരിഞ്ഞ് വേവിച്ച് കൊടുത്തിട്ട് മുറ്റം ക്ലീൻ ആക്കിക്കണം. ആരെങ്കിലും ക്ലീനാക്കിയിട്ടും കാര്യമില്ല, പിന്നെയും കിളുത്ത് വരും. നമുക്കതെന്നേലും ചെയ്യണം. ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടില്ല. സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാം. ഷീറ്റ് ഇട്ടില്ലല്ലോ, മറ്റേ ബ്ലാക്ക് ഷീറ്റ്. ഓക്കെ. ആരൻ വെച്ച ചിക്കൻ കറിയാണേ. ഉപ്പ് നോക്കാൻ എന്നെ വിളിച്ചത്. അപ്പം ഞാൻ വന്നപ്പം ശക്കല ഉപ്പ് കുറവുണ്ട്. അപ്പം ഞാൻ വന്നതേ ഇച്ചിരി മല്ലിയില പുള്ളി മറന്നുപോയായിരുന്നു. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ മറന്നുപോയി. ഞങ്ങളല്ല, ആരൻ. തക്കാളിയും മറന്നുപോയായിരുന്നു. അപ്പം മല്ലിയിലയും തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് ഞങ്ങൾ മധുരയ്ക്ക് പോയപ്പം മേടിച്ച ഒരു ഇതുണ്ടേ. മധുരയ്ക്ക് പോയപ്പോൾ മേടിച്ച മസാല, അത് ചിക്കനും പിന്നെ ബീഫിനും എല്ലാം ആ മസാല. ചിക്കനും ബീഫിനും, മറ്റേ ആ ഇതിനൊന്നുമില്ല. മപ്പാസിനും ശക്കല ഇടാം, അല്ലാതെ സ്റ്റൂവിനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ അതൊരു വലിയ ഒരു 5 കിലോയുടെ ഇതുണ്ട്. പിന്നെ 2 കിലോയുടെ ഉണ്ട്, 1 കിലോയുടെ ഉണ്ട്. മല്ലി, മുളക്, പിന്നെ അവർ ഇടുന്ന സർവ്വ സാധനങ്ങൾ അതിനകത്ത് സർവ്വതും ഉണ്ട്. കടുക്, ഉലുവ, ജീരകം, എനിക്കറിയാൻ പറ്റില്ല എന്തെല്ലാം ഉണ്ടെന്ന്, വെളുത്തുള്ളി, അങ്ങനെ സർവ്വതും അതിനകത്തുണ്ട്. അപ്പം കറിവേപ്പില ഉണ്ട് അതിനകത്തില്ല. ബാക്കി എല്ലാ സാധനവും അതിനകത്തുണ്ട്. അതിങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അന്നേരം നമ്മൾ ഒരു വലിയ വലിയൊരു സ്റ്റാളാണ്. ഇഷ്ടംപോലെ പെട്ടിക്കട പോലെ ഇങ്ങനെ ആ സ്റ്റാളുണ്ട്. അപ്പം ഞങ്ങൾ അത് 1 കിലോയുടെയാണ് 2 കിലോയുടെയാണ് 1 കിലോയുടെ 2 കിലോയുടെ ആ പാത്രത്തിൽ ഇപ്പോൾ 2 കിലോ എല്ലാം ഇട്ട് വെച്ചേക്കും. 2 കിലോയുടെ ഒരു കിറ്റ് വാങ്ങിച്ച് 2021 നവംബറിൽ ഹസ്ബൻഡ് വന്നു. 21 നവംബറിൽ വന്നു. 21 ഞാൻ പറയാം, അവിടെ നിൽക്ക് തർക്കിക്കാതെ, ഇത് വീഡിയോ തർക്കിക്കുക. 2021 നവംബർ 24 വന്നു. ഡിസംബറിലാണ് നമ്മൾ
ടൂറെല്ലാം പോയി എല്ലായിടത്തും. എന്നിട്ട് പെട്ടെന്ന് 2023 മെയ് ആയല്ലോ, മനസ്സിലായോ? നവംബറിലാണ് അച്ഛൻ വന്നത്, അതായത് 24-ാം തീയതി നവംബർ. അപ്പോൾ ആ 24-ാം തീയതി, നവംബർ 24-ാം തീയതി 2022 21 ഞാൻ പറഞ്ഞു 22 2022 നവംബറിൽ വന്നു. ആണോ? ഒന്നാ തെറ്റിപ്പ്. എന്നാ പറയാം 2022 നവംബർ 24-ാം തീയതി വന്നു. എന്നിട്ട് പിന്നെ 23 മെയ്യിലാണ് പോയത്, 24-ാം തീയതി, മെയ് 24-ാം തീയതി. അതായത് 6 മാസം ഇവിടെ നിന്നു. 3.5 വർഷം കൂടിയാണ് വന്നേ. അങ്ങനെ. അപ്പം ഞങ്ങൾ ടൂറൊക്കെ ഡിസംബറിൽ പോയപ്പോൾ, മധുര പോയപ്പോൾ, ലാസ്റ്റ് ടൂറ് കുമളി മധുരയൊക്കെ ആയിരുന്നു അല്ലേ, കമ്പന്തേനി. ബാക്കി അതിന് മുമ്പ് തിരുവനന്തപുരം, കന്യാകുമാരി, കൊല്ലം, കോവളം അല്ലേ, പിന്നെ എന്നായിരുന്നു ഒത്തിരി സ്ഥലത്ത് ഇപ്രാവശ്യം അല്ലേ. ആരെണ്ണം മണം അടിച്ചിട്ട് രക്ഷയില്ല. അപ്പം പിന്നെ ആ മസാല ഞങ്ങളിട്ടെ, ഭയങ്കര ടേസ്റ്റ് മണമാണ്. ആരെണ്ണം പിടിച്ചാൽ കിട്ടുന്നില്ല മണം കേട്ടോ. നല്ല കൊഴുപ്പും അവരുടെ ഇതിടുമ്പോൾ. തക്കാളിയൊക്കെ വെന്ത് അരിഞ്ഞു, മല്ലിയിലയൊക്കെ വെന്ത്, മല്ലിയിലയൊക്കെ നല്ല അതിൻ്റെ മണം ഫ്ലേവർ അതിൻ്റെ പിടിച്ച് നല്ല ഇതായി. ഇനിയിപ്പോൾ എണ്ണ തിളയ്ക്കണമെന്നുണ്ട്, പക്ഷേ ആരൻ സമ്മതിക്കില്ല. നോക്കട്ടെ, ഇത് കുറച്ച് വെക്കുമ്പോൾ എണ്ണ തിളയ്ക്കുന്നുണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ പാകമായി. എണ്ണ തിളച്ച് വരണം കറിക്കുമ്പോൾ ആണ് നല്ല പാകമാകുന്നത്. നോക്കട്ടെ, ഇതെൻ്റെ പുതിയ ഉരുളിയാണ് കേട്ടോ. ഇത്ര 800 ഏതാണ്ടല്ലേ, 860 രൂപ. ടൗണിൽ എൻ്റെ കൂട്ടുകാരിയുടെ പുതിയ കട തുടങ്ങിയപ്പോൾ അവർക്കൊരു കച്ചവടം കൊടുക്കണ്ടേ. ഇതും പിന്നെ ബിരിയാണി ചെമ്പ് എൻ്റെ കുഞ്ഞൊരു ഓട്ട എവിടുന്നോ വീണു. അപ്പം കാണിച്ചേ, പുതിയൊരു ബിരിയാണി ചെമ്പും മേടിച്ചു. പിന്നെ ഈ ജഗ്ഗ് കാണിച്ചേ, ജഗ്ഗ് പൊട്ടിപ്പോയായിരുന്നു. ജഗ്ഗും ബിരിയാണി ചെമ്പും ഇതെനിക്ക് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും വീട്ടിൽ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എനിക്ക് ആഗ്രഹം കൽച്ചട്ടിയും പിന്നെ ഇരുമ്പ് ചീനച്ചട്ടിയില്ലേ, അതും ആഗ്രഹം. എണ്ണ തെളിഞ്ഞില്ല മോനെ, മതിയോ? എന്നാൽ ഇവിടെ ഇരിക്കട്ടെ, നിനക്കുള്ളത് കോരിത്തരാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾ അടുത്ത ആഴ്ചത്തോട്ട് ദൈവം സഹായിച്ച നല്ല വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. എനിക്കാണെങ്കിൽ പനിയൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ ക്ഷീണമൊക്കെ നല്ല മാറി ഇന്നങ്ങോട്ടൊന്ന് ഉഷാറായതേ ഉള്ളൂ. അതുകൊണ്ടാണ് ചിക്കൻ വെച്ച്, അല്ലെ വായിക്ക് രുചിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ എനിക്ക് മടുപ്പായിരുന്നു. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്കും വൈകിട്ടും ഓട്സ് കഴിക്കുന്നത്, ചോറ് ഈ വീട്ടിൽ വെക്കുന്നുമില്ല കഴിക്കുന്നുമില്ല. ആരൻ ചപ്പാത്തിയോ, ഇന്നലെ ആഷർ പിന്നെ കൊണ്ടുവന്ന റുമാലിയുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ആരന് 2 ചപ്പാത്തി 3 ചപ്പാത്തി ഉണ്ടാക്കും. വൈകിട്ടത്തേക്ക് ഉച്ചക്കലത്തേക്കും നേരത്തെ കുഴച്ച് വെക്കും. വൈകിട്ട് ഞാൻ ഓട്സ്, ഉച്ചയ്ക്കും ഞാൻ ഓട്സ്, ഇവർ ചപ്പാത്തി. ആഷർ ഉച്ചയ്ക്ക് ഇവിടെ നല്ലല്ലോ, ഉച്ചയ്ക്ക് ആഷർ ചോറ് പുറത്തുനിന്ന്, പിന്നെ വൈകിട്ട് ഇവിടെ വന്ന് ചപ്പാത്തി. ഞാൻ മാത്രം ഓട്സ്. ആരൻ എൻ്റെ ഓട്സ് ഇച്ചിരി കഴിക്കും, കാരണം ആരന് ഇഷ്ടപ്പെട്ടല്ലേ ഓട്സ് കഴിക്കുന്നത്. ആഷറും പണ്ടിങ്ങനെ ആയിരുന്നു, ഇപ്പം ആഷറിന് ഇഷ്ടമല്ല. ആഷറിൻ്റെയൊക്കെ ഇവരുടെ അപ്പനും ഇഷ്ടമല്ല ഓട്സ്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇന്ന് ഞങ്ങൾ അകത്തെ അടുക്കളയില്ല, പുറത്തെ ഗ്യാസ് തീർന്ന് നാളെ കിട്ടും. അപ്പോൾ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊന്ന് കാണിക്കാനേ പറയും. അപ്പോൾ ഇതുണ്ട് എൻ്റെ ചട്ടി അടുക്കി വെച്ചിരിക്കുക. അതിലൊരെണ്ണം മുറ്റത്ത് വെച്ചിരിക്കാൻ അല്ല, വർക്ക് ഏരിയ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴുകിയ ഇന്നലെ അയലക്കറി വെച്ചത് എന്നാണെന്നറിയാവോ, പിന്നെ വൈകിട്ട് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ആരൻ തേങ്ങ ചിരണ്ടി പാല് പിഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാർ കൊണ്ടുതന്ന കപ്പയില്ലേ, അത് 4 കഷ്ണം കൂടെ ഉണ്ട്. എത്ര നാളായെന്ന് ഓർത്തേ, മാർച്ചിൽ തന്ന, മാർച്ച് ആദ്യം തന്ന, മാർച്ച് പകുതിയായെന്ന് തോന്നുന്നു, മാർച്ച് ആദ്യമാണ്. അപ്പം ഇപ്പോഴും ഇരിപ്പുണ്ട് ഒരു 4 കഷ്ണം. അതെടുത്ത് ഇന്ന് വൈകിട്ടങ്ങ് വെക്കുക, അല്ലെങ്കിൽ പോയെങ്കിലോ. ഫ്രിഡ്ജും ക്ലീനാക്കി. ഇവർ പേപ്പർ ഇടാതെ, തുണിയൊന്നും ഇടാതെ കൊണ്ട് ആരൻമോൻ അട്ടി അടുക്കുന്ന പോലെ അടുക്കുമായിരുന്നു. മൊത്തം ആ അഴുക്ക് അതിനകത്ത്, മണ്ണ് അതിനകത്ത് പറ്റിയായിരുന്നു. എനിക്ക് ഭ്രാന്ത് പിടിച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം കപ്പ പുറത്തെടുത്തിട്ട് എല്ലാം ക്ലീനാക്കി. വാചകം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ
ഇതിന് എണ്ണയും തെളിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.